നമ്മൾ ഫാർമക്കോളജിയിൽ വരുന്ന രണ്ട് ചെറിയ ടോപ്പിക് ഡിസ്കസ് ചെയ്യാം. ഒന്ന് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷനും അമിനോഗ്ലൈക്കോസിഡ് ആൻറ്റിബയോട്ടിക്കിൽ വരുന്ന സ്ട്രെപ്റ്റോമൈസിനും. യൂറിനറി ആൻറ്റിസെപ്റ്റിക്സ്. എന്താണ് യൂറിനറി ആൻറ്റിസെപ്റ്റിക്സ്? ദേ ആർ ദി ഓറൽ ഏജൻറ്റ് ദാറ്റ് എക്സേർട്ട് എ ബാക്ടീരിയൽ antibacterial activity in the urine or having a little or no systemic antibacterial effect, and their usefulness is limited to the lower urinary tract infection. യൂറിനറി ആൻറ്റിസെപ്റ്റിക് എന്ന് പറയുന്നത് ലോവർ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ആൻറ്റിബാക്ടീരിയൽ എഫക്റ്റ് ഉള്ള ഓറൽ ഏജൻസിനെയാണ് നമ്മൾ യൂറിനറി ആൻറ്റിസെപ്റ്റിക്സ് എന്ന് പറയുന്നത്. ഇതിൻ്റെ എക്സാമ്പിൾസ് ആണ് നമുക്ക് ഇമ്പോർട്ടൻറ്റ്. നമ്മൾ യൂറിനറി ആൻറ്റിസെപ്റ്റിക്സ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഡ്രഗുകൾ നൈട്രോഫ്യൂറൻടോയിൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, മെഥനമീൻ ആൻഡ് നാൽഡിക്സിക് ആസിഡ് ആണ്. ഇതിൻ്റെ ഓരോന്നിൻ്റെയും യൂസും അഡ്വേഴ്സ് എഫക്റ്റും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് വൺ നൈട്രോഫ്യൂറൻടോയിൻ ആണ്. ബാക്ടീരിയോസ്റ്റാറ്റിക് ആണ് എന്ന് വെച്ചാൽ എന്താണ്, മൈക്രോ ഓർഗാനിസത്തിൻ്റെ ഗ്രോത്തിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നേ ഉള്ളൂ. പ്രധാനമായിട്ടും ഈ UT ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്ന ഒരു പ്രധാനപ്പെട്ട മൈക്രോ ഓർഗാനിസമാണ് ഈക്കോളെ. സോ ഇതിൻ്റെ ആക്ടിവിറ്റി ലിമിറ്റഡ് ടു ഓൺലി ഈക്കോളെ. ഏതാണ് ഡ്രഗ്? നൈട്രോഫ്യൂറൻടോയിൻ. മെക്കാനിസം ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത് സെൻസിറ്റീവ് ബാക്ടീരിയ റെഡ്യൂസ് ദി ഡ്രഗ് ടു ആൻ ആക്റ്റീവ് ഏജന്റ് ദാറ്റ് ഇൻഹിബിറ്റ് ദ വേരിയസ് എൻസൈം ഡാമേജിങ് ദി ബാക്ടീരിയൽ DNA. ഈ ഒരു ഡ്രഗ് ചെന്ന് കഴിഞ്ഞാൽ ഈ ബാക്ടീരിയയുടെ DNA ഡാമേജ് ചെയ്തിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, എഫക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതാണ് എൻ്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ. ആൻറ്റിബാക്ടീരിയൽ കോൺസെൻട്രേഷൻ ഈസ് നോട്ട് അറ്റൈൻഡ് ഇൻ ബ്ലഡ് ഓർ ടിഷ്യൂ. ഇതിൻ്റെ ഒരു ഒരു ആൻറ്റിസെപ്റ്റിക് പ്രോപ്പർട്ടി പോലെയാണ്. അത് ആ പർട്ടിക്കുലർ സ്ഥലത്ത് മാത്രമേ എഫക്റ്റ് ഉണ്ടാകത്തുള്ളൂ. അതായത് ഇതിൻ്റെ ആൻറ്റിബാക്ടീരിയൽ കോൺസെൻട്രേഷൻ നമുക്ക് ബ്ലഡിലോ ടിഷ്യൂസിലോ ഒന്നും എന്ത് ചെയ്യത്തില്ല, കിട്ടുന്നില്ല. സോ നോട്ട് ടു ബി യൂസ്ഡ് വിത്ത് പ്രൊബനസിഡ് അസറ്റോമിക് പേഷ്യൻറ്റ് ദ ഇൻ്റർഫിയറൻസ് വിത്ത് ദ ട്യൂബുലർ സെക്രീഷൻ ഓഫ് ദ ഡ്രഗ്. ഈ നൈട്രോഫ്യൂറൻടോയിൻ ഡ്രഗ് ഏതൊക്കെ മരുന്നിൻ്റെ കൂടെ ഉപയോഗിക്കാൻ പാടില്ലെന്നാണ് കൊടുത്തിരിക്കുന്നത്. പ്രൊബനസിഡിൻ്റെ ഒപ്പം അസറ്റോമിക് പേഷ്യൻസിൽ യൂസ് ചെയ്യാൻ പാടില്ല. ആൻഡ് എന്താ കാരണം വെച്ചാൽ ദേ മേ ഇൻ്റർഫിയർ വിത്ത് ദി ട്യൂബുലർ സെക്രീഷൻ ഓഫ് ദി ഡ്രഗ്. ഇനി നൈട്രോഫ്യൂറൻടോയിൻ്റെ ADR നോക്കിക്കഴിഞ്ഞാൽ ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ടോളറൻസ് ഉണ്ടാകും. അതിൽ നോസിയ, എപ്പിഗ്യാസ്ട്രിക് പെയിൻ ആൻഡ് ഡയറിയ, ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻസ് ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. അതിൽ ഫീവർ ആൻഡ് ചിൽസ് വരാം. പെരിഫറൽ ന്യൂറൈറ്റിസ് ആൻഡ് അതർ ന്യൂറോളജിക്കൽ എഫക്ട് വിത്ത് ലോങ് ടേം യൂസിൽ പെരിഫറൽ ന്യൂറൈറ്റിസ് പോലുള്ള പ്രശ്നങ്ങൾ വരും. ഹെമറ്റോളജിക്കൽ ഡിസോർഡേഴ്സിൽ ലൂക്കോപീനിയ അഥവാ WBC കൗണ്ട് കുറയുന്ന അവസ്ഥയിലോട്ട് പോകും. ഗ്രാനുലോസൈറ്റോപീനിയ അതായത് ഗ്രാനുലോസൈറ്റ് കൗണ്ടായ ന്യൂട്രോഫിൽ, ബാസോഫിൽ, ലിസ്നോഫിൽ കൗണ്ടൊക്കെ കുറയുന്ന അവസ്ഥ. ഹീമോലൈറ്റിക് അനീമിയ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് ഇൻ G6PD ഡെഫിഷ്യൻസി പേഷ്യൻറ്റ്. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. കാരണം G6PD ഡെഫിഷ്യൻസി ഉണ്ടാക്കുന്ന ഡ്രഗ്സിന് എക്സാമ്പിൾ അപ്പോൾ എന്ത് വരുന്നുണ്ട്, നൈട്രോഫ്യൂറൻടോയിൻ വരുന്നുണ്ട്. അടുത്തത് മറ്റ് ഇപ്പം നമ്മൾ പറഞ്ഞു യൂറിനറി ആൻറ്റിസെപ്റ്റിക് ആണ്. അല്ലാതെ എന്തെങ്കിലും തെറാപ്യൂട്ടിക് യൂസ് ഉണ്ടോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിൽ തന്നെ എവിടെയൊക്കെ യൂസ് ചെയ്യാം നോക്കിക്കഴിഞ്ഞാൽ ട്രീറ്റ്മെൻറ്റ് ഓഫ് അൺകോംപ്ലിക്കേറ്റഡ് ലോവർ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ്. ഓക്കെ, പക്ഷേ നോട്ട് അസോസിയേറ്റ് വിത്ത് പ്രോസ്റ്റൈറ്റിസിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ഉപയോഗിക്കാൻ പറ്റുന്നില്ല. അല്ലാത്തുള്ള അൺകോംപ്ലിക്കേറ്റഡ് ലോവർ UTIസിൽ നമുക്ക് നൈട്രോഫ്യൂറൻടോയിൻ്റെ യൂസ് വരുന്നുണ്ട്. പിന്നെ സപ്പോർട്ടീവ് ആയിട്ടുള്ള ലോങ് ടേം തെറാപ്പി ആയിട്ട് യൂസ് ചെയ്യാം. ലോങ് ടേം പ്രൊഫൈലാക്സിൽ യൂസ് ചെയ്യാം. സപ്പോർട്ടീവ് ലോങ് ടേം തെറാപ്പി, ലോങ് ടേം പ്രൊഫൈലാക്സിസ് ആൻഡ് ഫോളോയിങ് കാത്തീറ്റർ ഇട്ടതിന് ശേഷം ഉണ്ടാകുന്ന ചില UTIs ഉണ്ടല്ലോ, അതിൽ യൂസ് ചെയ്യാം. ഇൻസ്ട്രുമെൻറ്റേഷൻ ഇൻ വുമൺ വിത്ത് റിക്കറൻറ്റ് സിസ്റ്റൈറ്റിസ്. അടുത്ത ഡ്രഗാണ് മെഥനമീൻ. ഇതൊരു പ്രോഡ്രഗ് ആണ്. സോ ഡീകമ്പോസസ് സ്ലോലി ഇൻ ആസിഡിക് യൂറിൻ. ഇതിൻ്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ പറയുകയാണെങ്കിൽ ആസിഡിക് യൂറിനിൽ ഇത് എന്ത് ചെയ്യുന്നു, ഡീകമ്പോസ് ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ദാറ്റ് വിൽ റിലീസ് ദ ഫോമാൽഡിഹൈഡ്. അതാണ് ബാക്ടീരിയനെ ഇൻഹിബിറ്റ് ചെയ്യുന്നത്. അതൊരു ഇമ്പോർട്ടൻറ്റ് മെക്കാനിസം ഓഫ് ആക്ഷൻ ആയിട്ട് ഓർത്ത് വെക്കുക. മെഥനമീൻ ഒരു പ്രോഡ്രഗ് ആണ്, യൂറിനറി ആൻറ്റിസെപ്റ്റിക് കാറ്റഗറിയിൽ വരുന്നതാണ്. ഇത് ആസിഡിക് pH ഓഫ് യൂറിനിൽ എന്ത് ചെയ്യുന്നു, ഡീകമ്പോസ് ചെയ്ത് ഫോർമാൽഡിഹൈഡിനെ റിലീസ് ചെയ്യുന്നു. അതാണ് ബാക്ടീരിയനെ എന്ത് ചെയ്യുന്നത്, ബാക്ടീരിയൽ എഫക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നോ ആൻറ്റിമൈക്രോബിയൽ ആക്ടിവിറ്റി ഇൻ ബ്ലഡ് ആൻഡ് ടിഷ്യൂ നീഡ് ടു ബി അഡ്മിനിസ്ട്രേറ്റ് വിത്ത് മാൻഡലിക് ആസിഡ് ഓർ ഹെപ്യൂറിക് ആസിഡ്. ഇതിൻ്റെ കോൺസെൻട്രേഷൻ നമുക്ക് ബ്ലഡിലോ ടിഷ്യൂസിലോ ഒന്നും എവിടെയും കാണാൻ സാധിക്കത്തില്ല. ഇത് മാൻഡലിക് ആസിഡ് അല്ലെങ്കിൽ ഹിപ്യൂറിക് ആസിഡിൻ്റെ കൂടെ വേണം നമ്മൾ അഡ്മിനിസ്ട്രേറ്റ് ചെയ്യാൻ. അടുത്ത ഡ്രഗ് അതിൻ്റെ തന്നെ തെറാപ്യൂട്ടിക് യൂസ് ആണ്. യൂസ്ഡ് ആസ് മെഥനമീൻ മാൻഡലേറ്റ് ഇൻ ക്രോണിക് ഓർ റെസിസ്റ്റൻറ്റ് UTI നോട്ട് ഇൻവോൾവിങ് കിഡ്നി. നമ്മൾ പറഞ്ഞു മാൻഡലിക് ആസിഡ് അല്ലെങ്കിൽ ഹിപ്യൂറിക് ആസിഡിൻ്റെ ഒപ്പം വേണം കൊടുക്കാൻ. അതുകൊണ്ട് നമ്മൾ പറഞ്ഞു മെഥനമീൻ മാൻഡലേറ്റ് കൂടുതൽ യൂസ് ചെയ്യുന്നത് ക്രോണിക് ആൻഡ് റെസിസ്റ്റൻറ്റ് UTIയിലാണ്.
പക്ഷേ ദാറ്റ് ഈസ് നോട്ട് എഫക്റ്റീവ് ഫോർ അക്യൂട്ട് UTI ആൻഡ് കാത്തീറ്റർ പ്രൊഫൈലാക്സിൽ ഉപയോഗിക്കാൻ പാടില്ല. സൈഡ് എഫക്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഗ്യാസ്ട്രൈറ്റിസ്, കെമിക്കൽ സിസ്റ്റിസ്, ഹെമറ്റൂറിയ, ഒക്കേഷണൽ CNS സിംറ്റംസ്. എന്താ ഹെമറ്റൂറിയ എന്ന് പറയുന്നത്? പ്രസൻസ് ഓഫ് എന്താണ്? ബ്ലഡ് സ്റ്റെയിൻസ് ഇൻ യൂറിൻ. അടുത്തത് മൂന്നാമത്തെ നാൽഡിക്സിക് ആസിഡ്. ഇറ്റ് ഈസ് എ നോൺ ഫ്ലൂറിനേറ്റഡ് ക്വിനലോൺ ഡെറിവേറ്റീവ് ആണ്. നമുക്ക് ക്വിനലോൺ ഡെറിവേറ്റീവ്സിന് ഫ്ലൂറോ ക്വിനലോൺസ് ഉണ്ട്, അല്ലാത്തതുണ്ട്. അതിൽ നോൺ ഫ്ലൂറിനേറ്റഡ് ക്വിനലോൺ ഡെറിവേറ്റീവ് ആണ് നാൽഡിക്സിക് ആസിഡ്. മെക്കാനിസം ഓഫ് ആക്ഷൻ, they will inhibit the replication of bacteria by interfering the action of DNA gyrase. ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നാൽഡിക്സിക് ആസിഡ് നോൺ ഫ്ലൂറോക്വിനലോൺ ഡെറിവേറ്റീവ്സിൽ വരുന്നതാണ്. പക്ഷേ മെക്കാനിസം ഓഫ് ആക്ഷൻ ഫ്ലൂറോക്വിനലോൺസിൻ്റെ പോലെ തന്നെ എന്താണ്? DNA ഗൈറേസ് എൻസൈമിനെയാണ് ഇൻഹിബിറ്റ് ചെയ്യുന്നത്. അതിലൂടെ ബാക്ടീരിയയുടെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്പ് എന്താവുന്നു? ഇൻഹിബിറ്റഡ് ആവുന്നു. റെസിസ്റ്റൻസ് ഡെവലപ്പ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ് നാൽഡിക്സിക് ആസിഡ്. റെസിസ്റ്റൻസ് ഡെവലപ്പ് റാദർ റാപ്പിഡ്ലി. ഇനി യൂസസ് നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഇസ് എ സെക്കൻഡ് ലൈൻ ഡ്രഗ് ഫോർ UTI, റിക്കറൻറ്റ് കേസസ് ഓൺ ദി ബേസ് ഓഫ് സെൻസിറ്റിവിറ്റി റിപ്പോർട്ട്സ്. ADR ഇൻഫ്രീക്വൻ്റ് ആയിട്ട് GI അപ്സെറ്റ് ഉണ്ടാകാം, റാഷസ്, ഹെഡ് ഏക്ക്, ഡ്രൗസിനെസ്, വെർട്ടിഗോ, വിഷ്വൽ ഡിസ്റ്റർബൻസസ്, സീഷർ ഇൻ ചിൽഡ്രൻസ്, നോസിയ, വൊമിറ്റിംഗ്, അബ്ഡമിനൽ പെയിൻ, ഫോട്ടോ സെൻസിറ്റിവിറ്റി, അർട്ടിക്കേറിയ ആൻഡ് ഫീവർ. പ്രധാനപ്പെട്ടൊരു പോയിന്റ്, കോൺട്രാ ഇൻഡിക്കേറ്റഡ് ഇൻ ഇൻഫൻസ്. നാൽഡിക്സിക് ആസിഡ് യൂസ് ചെയ്യാൻ പാടില്ല. അടുത്തത് അമിനോഗ്ലൈക്കോസൈഡ് ആൻറ്റിബയോട്ടിക്സ് ആണ്. ആൻറ്റിബാക്ടീരിയൽ സ്പെക്ട്രം നോക്കിക്കഴിഞ്ഞാൽ, അമിനോഗ്ലൈക്കോസൈഡ് ആൻറ്റിബയോട്ടിക്കിൻ്റെ ആൻറ്റിബാക്ടീരിയൽ സ്പെക്ട്രം നോക്കിക്കഴിഞ്ഞാൽ the aminoglycosides are effective in the empirical treatment of infections. അവിടെയാണ് കൂടുതൽ യൂസ് വരുന്നത്. Suspected of being due to aerobic gram-negative bacilli including Pseudomonas aeruginosa. എംപെറിക്കൽ തെറാപ്പി എന്ന് പറയുമ്പോൾ എന്താണ്? അതായത് എന്താണെന്ന് കൃത്യമായിട്ട് നമുക്കൊരു ഊഹം വെച്ചിട്ടില്ലെങ്കിൽ ഇപ്പം ഗ്രാം നെഗറ്റീവ് ബാസിലെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഇൻഫെക്ഷൻസിൽ നമുക്ക് കൂടുതൽ എന്തിനെ ഉപയോഗിക്കാൻ പറ്റും? അമിനോഗ്ലൈക്കോസിഡ് ആൻറ്റിബയോട്ടിക്കിന് ഉപയോഗിക്കാൻ പറ്റും, പ്രത്യേകിച്ച് സ്യൂഡോമോണ എയറോജിനോസ ഇൻഫെക്ഷൻസിൽ. ടു അച്ചീവ് ആൻ അഡിറ്റീവ് ഓർ സൈനർജിസ്റ്റിക് എഫക്റ്റ്, നമ്മൾ ഇൻട്രാക്ഷനിൽ പറഞ്ഞില്ലേ, അഡിറ്റീവ് അല്ലെങ്കിൽ സൈനർജിസ്റ്റിക് എഫക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് അമിനോഗ്ലൈക്കോസൈഡ്സ് എപ്പോഴും കോമ്പിനേഷനിൽ കൊടുക്കാം വിത്ത് ബീറ്റാലാക്ടം ഓർ വാൻകോമൈസിൻ ഓർ ദാറ്റ് ഡ്രഗ് ആക്റ്റീവ് അഗെയിൻസ്റ്റ് അനറോബിക് ബാക്ടീരിയ. എല്ലാ അമിനോഗ്ലൈക്കോസൈഡ് ആൻറ്റിബയോട്ടിക്സ് എന്താണ്? ബാക്ടീരിയസിഡൽ എഫക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. ഇനി ഇതിൻ്റെ റെസിസ്റ്റൻസ് നമ്മൾ പറഞ്ഞില്ല, അമിനോഗ്ലൈക്കോസൈഡ് ആൻറ്റിബയോട്ടിക്സ് എങ്ങനെ റെസിസ്റ്റൻസ് ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ ഡിക്രീസ്ഡ് അപ്ടേക്ക് ഓഫ് ദി ഡ്രഗ്. എപ്പോഴായിരിക്കാം ഈ ഡ്രഗിൻ്റെ അപ്ടേക്ക് കുറയുന്നൊരവസ്ഥയിൽ പെട്ടെന്ന് റെസിസ്റ്റൻസ് വരാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ പ്ലാസ്മിഡ് അസോസിയേറ്റഡ് സിന്തസിസ് ഓഫ് എൻസൈം, ദാറ്റ് ഈസ് അസറ്റൈൽ ട്രാൻസ്ഫറൈസ്, ന്യൂക്ലിയോറ്റിഡൈൽ ട്രാൻസ്ഫറൈസ്, ഫോസ്ഫോ ട്രാൻസ്ഫറൈസ്. ഈ പറഞ്ഞ എൻസൈമുകൾ അമിനോഗ്ലൈക്കോസൈഡ് ആൻറ്റിബയോട്ടിക്കിനെ എന്ത് ചെയ്യും? ഇനാക്ടിവേറ്റ് ചെയ്യാൻ കഴിവുള്ള എൻസൈമുകളാണ്. ഇത്തരത്തിലുള്ള എൻസൈം ഫോർമേഷൻ വഴി നമ്മുടെ ഡ്രഗ് റെസിസ്റ്റൻ്റ് ആകാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ അപ്ടേക്ക് കുറയുന്ന അവസരങ്ങളിലും അമിനോഗ്ലൈക്കോസൈഡ് ആൻറ്റിബയോട്ടിക് എന്ത് ചെയ്യും? റെസിസ്റ്റൻസ് കാണിക്കും. ഫാർമക്കോകൈനറ്റിക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹൈലി പോളാർ ഡ്രഗ് ആണ്, പോളികാറ്റോണിക് സ്ട്രക്ചർ ആണ്. ഇതുകൊണ്ട് തന്നെ അമിനോഗ്ലൈക്കോസൈഡ് പ്രിവെന്റ് ദ അഡിക്വേറ്റ് അബ്സോർപ്ഷൻ ആഫ്റ്റർ ഓറൽ അഡ്മിനിസ്ട്രേഷൻ. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റ് ആണ്. അമിനോഗ്ലൈക്കോസൈഡ് ആൻറ്റിബയോട്ടിക്കിന് ഓറൽ അബ്സോർപ്ഷൻ ഇല്ല. Therefore all aminoglycoside, അതുകൊണ്ടാണ് റെഡിങ്ങിൽ കൊടുത്തിരിക്കുന്നത്, ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട്. Therefore all aminoglycoside except നിയോമൈസിൻ, എല്ലാവരും നിയോമൈസിൻ ഒഴികെയുള്ള അമിനോഗ്ലൈക്കോസൈഡ് കാറ്റഗറി വരുന്ന എല്ലാ ഡ്രഗുകളും നമ്മൾ എങ്ങനെ കൊടുക്കാറുള്ളൂ? പാരൻ്റലി കൊടുക്കാറുള്ളൂ. ബിക്കോസ് അബ്സോർപ്ഷൻ, ഓറൽ അഡ്മിനിസ്ട്രേഷൻ ഈ ഡ്രഗുകൾക്ക് ഇല്ല. അടുത്തതിൻ്റെ അഡ്വേഴ്സ് എഫക്റ്റ് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഓട്ടോടോക്സിറ്റിയും നെഫ്രോടോക്സിറ്റിയാണ് പ്രധാനപ്പെട്ട രണ്ട് അഡ്വേഴ്സ് എഫക്റ്റ്. ഓട്ടോടോക്സിറ്റി എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും അത് വെസ്റ്റിബ്യുലർ ആൻഡ് കോക്ലിയർ ഡാമേജ് ആയിരിക്കും കൂടുതൽ ഉണ്ടാക്കുന്നത്. ഓക്കെ, പിന്നെ ഡയറക്ട്ലി റിലേറ്റഡ് ദി ഹൈ പീക്ക് പ്ലാസ്മ ലെവൽ ആൻഡ് ദ ഡ്യൂറേഷൻ ഓഫ് ട്രീറ്റ്മെൻറ്റ്. ഈ വെസ്റ്റിബ്യുലർ ഡാമേജ് ആൻഡ് കോക്ലിയർ ഡാമേജ് കൂടുതൽ, അതായത് എത്രത്തോളം ഈ ഡ്രഗിൻ്റെ പീക്ക് പ്ലാസ്മ ലെവലിനെയും ട്രീറ്റ്മെൻറ്റ് ഡ്യൂറേഷനെയും ബാധിച്ചിരിക്കും, അല്ലെങ്കിൽ അതിനെ അഫക്റ്റ് ചെയ്തിരിക്കും. അതൊരു ഫാക്ടറാണ് എത്രത്തോളം ഓട്ടോടോക്സിസിറ്റി എന്നുള്ളത്. അടുത്തൊരു പ്രധാനപ്പെട്ട സൈഡ് എഫക്റ്റ് നെഫ്രോടോക്സിറ്റി ആണ്. റിട്ടൻഷൻ ഓഫ് അമിനോഗ്ലൈക്കോസൈഡ് ബൈ ദി പ്രോക്സിമൽ ട്യൂബുലർ സെൽ. എങ്ങനെയാണിത് നെഫ്രോടോക്സിക് ആകുന്നതെന്ന് വെച്ചാൽ പ്രോക്സിമൽ ട്യൂബുലർ സെല്ലിൽ ഈ ഒരു അമിനോഗ്ലൈക്കോസൈഡ് ഡ്രഗ് എന്ത് ചെയ്യും? റിട്ടേൺ ചെയ്ത് നിൽക്കും, അല്ലെങ്കിൽ അവിടെ തന്നെ നിൽക്കാൻ ചാൻസ് ഉണ്ട്.
അത് അവിടുത്തെ കാൽഷ്യം മീഡിയേറ്റഡ് ട്രാൻസ്പോർട്ട് പ്രോസസ്സിനെ എന്ത് ചെയ്യും, ഡിസ്റപ്റ്റ് ചെയ്യും. അതിലൂടെയാണിത് കിഡ്നി ഡാമേജ് ഉണ്ടാക്കുന്നത്. ഈ കിഡ്നി ഡാമേജ് വന്ന് നമ്മളിവിടെ വെസ്റ്റിബുലർ ആൻഡ് കോക്ലിയർ ഡാമേജ് പറഞ്ഞതുപോലെ തന്നെ അത് ട്യൂബുലർ നെക്രോസിസ് ഉണ്ടാക്കുകയും പിന്നെ അത് ഇറിവേഴ്സിബിൾ കണ്ടീഷനിലോട്ട് വരെ പോകാനുള്ള ചാൻസ് ഉണ്ട്. കിഡ്നി ഡാമേജ് ഒന്നും ഇറിവേഴ്സിബിൾ അല്ല. വൺസ് അതൊരു എഫക്റ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ഡാമേജ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, റിപ്പയർ ചെയ്യാൻ പറ്റില്ല. പിന്നെ അടുത്തൊരു പ്രധാനപ്പെട്ട നമ്മൾ കൂടുതൽ കേട്ടിരിക്കുന്ന ഓട്ടോടോക്സിറ്റി, നെഫ്രോടോക്സിറ്റി ആണ്. അതുകൂടാതെ മറ്റൊരു പ്രധാനപ്പെട്ട സൈഡ് എഫക്റ്റ് പറയുകയാണെങ്കിൽ ന്യൂറോ മസ്കുലർ പാരാലിസിസ് ആണ്. ദിസ് സൈഡ് എഫക്ട് മോസ്റ്റ് occur after the direct intraperitoneal or intrapleural application of large dose of aminoglycoside. അമിനോഗ്ലൈക്കോസൈഡ്സ് ഓറലി ഉപയോഗിക്കാൻ പറ്റില്ല, പാരൻട്രലി യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി പാരൻട്രലി തന്നെ ഇൻട്രാപെരിറ്റോണിയൽ ആയിട്ടോ അല്ലെങ്കിൽ ഇൻട്രാപ്ലൂറലിയോ അപ്ലൈ ചെയ്യുമ്പോൾ ഉണ്ടായേക്കാവുന്ന ഒരു പ്രധാനപ്പെട്ട സൈഡ് എഫക്റ്റ് ആണ് ന്യൂറോ മസ്കുലർ പാരാലിസിസ് എന്ന് പറയുന്നത്. ഇതെന്തെന്ന് വെച്ചാൽ എന്താ സംഭവം എന്ന് വെച്ചാൽ ഈ ഒരു എഫക്റ്റിലൂടെ എന്ത് സംഭവിക്കുന്നു, ഡിക്രീസ് ഇൻ ദി റിലീസ് ഓഫ് അസറ്റൈൽ കോളിൻ ഫ്രം ദി പ്രീ ജംഗ്ഷണൽ നെർവ് എൻഡിങ്സ്. അതായത് അമിനോഗ്ലൈക്കോസിഡ് ആൻറ്റിബയോട്ടിക് ഇൻട്രാപെരിറ്റോണിയലി അല്ലെങ്കിൽ ഇൻട്രാപ്ലൂറലി അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും അസറ്റൈൽ കോളിൻ്റെ ലെവൽ എന്ത് ചെയ്യുന്നു, കുറയുന്നു. ദ പേഷ്യൻസ് വിത്ത് മയസ്തീനിയ ഗ്രാവിസ് ആർ അറ്റ് പർട്ടിക്കുലർലി അറ്റ് റിസ്ക്. ഈ ന്യൂറോ മസ്കുലർ പാരാലിസിസ് എന്ന് പറയുന്ന സൈഡ് എഫക്റ്റ്, അമിനോഗ്ലൈക്കോസിഡ് ആൻറ്റിബയോട്ടിക്കിൻ്റെ ഈ ഒരു സൈഡ് എഫക്റ്റ് കൂടുതൽ അഫക്റ്റ് ചെയ്യാൻ പോണത് ഏത് പേഷ്യൻസിനെ ആയിരിക്കും, മയസ്തീനിയ ഗ്രാവിസ് പേഷ്യൻസിനെ ആയിരിക്കും. അവർക്കാണ് ഓൾറെഡി എന്താണ് ന്യൂറോ മസ്കുലർ പാരാലിസിസ് ഉള്ളവരെയാണ്. അതിൻ്റെ കൂടെ അമിനോഗ്ലൈക്കോസിഡ് ആൻറ്റിബയോട്ടിക്കും കൊടുത്താൽ ആ ഒരു എഫക്റ്റ് എന്ത് ചെയ്യും, ഒന്നും കൂടെ എക്സാർബേറ്റ് ചെയ്യും. അപ്പം അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പ്രോംപ്റ്റ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് കാൽഷ്യം ഗ്ലൂക്കോണേറ്റ് ഓർ നിയോസ്റ്റിക്നിൻ ക്യാൻ റിവേഴ്സ് ദാറ്റ് ബ്ലോക്ക്. പിന്നെ അലർജിക് റിയാക്ഷൻസും ഒരു പ്രധാനപ്പെട്ട സൈഡ് എഫക്റ്റ് ആണ്. കോണ്ടാക്ട് ഡെർമറ്റൈറ്റിസ് ആണ്. അത് നമ്മൾ പറഞ്ഞില്ലേ, നിയോമൈസിൻ ഒഴികെ ബാക്കി എല്ലാവരും പാരൻട്രലി അപ്ലൈ ചെയ്യുന്നത്. നിയോമൈസിനിൽ കാണപ്പെടുന്ന കോമൺ റിയാക്ഷൻ ആണ് കോണ്ടാക്ട് ഡെർമറ്റൈറ്റിസ് എന്ന് പറയുന്നത്. സ്ട്രെപ്റ്റോമൈസിൻ എന്ന് പറയുന്ന ഒരു വാട്ടർ സോലുബിൾ അമിനോഗ്ലൈക്കോസൈഡ് ആന്റിബയോട്ടിക് ആണ്. ഡിറൈവ് ചെയ്തിരിക്കുന്ന മൈക്രോ ഓർഗാൻസ് ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ചോദിക്കാറുണ്ട്. പ്രധാനപ്പെട്ട കുറച്ച് ആന്റിബയോട്ടിക്സിൻ്റെ ഒക്കെ ഇതേപോലത്തെ മൈക്രോ ഓർഗാനിസത്തിൻ്റെ സോഴ്സ് ഓർത്ത് വെക്കുക. എന്തായാലും അമിനോഗ്ലൈക്കോസിഡ് ആൻറ്റിബയോട്ടിക്കിലെ സ്ട്രെപ്റ്റോമൈസിൻ്റെ സോഴ്സ് സ്ട്രെപ്റ്റോമൈസിസ് ഗ്രിസീസ് ആണ്. പ്രധാനപ്പെട്ട ഇൻഡിക്കേഷൻ എന്ന് പറയുന്നത് മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസിലാണ് പ്രധാനമായിട്ടും യൂസ് ചെയ്യുന്നത്. സോ ഇത്രയേ ഉള്ളൂ നമ്മുടെ അമിനോഗ്ലൈക്കോസിഡ് ആൻറ്റിബയോട്ടിക്. ഓർത്തിരിക്കേണ്ടത് ടോക്സിക് കണ്ടീഷൻസ് ആണ്. ഈ ഓട്ടോടോക്സിറ്റി, നെഫ്രോടോക്സിറ്റി കൂടാതെ ന്യൂറോ മസ്കുലർ പാരാലിസും ഓർത്തിരിക്കുക. പിന്നെ നിയോമൈസിൻ ഒഴികെ ബാക്കി എല്ലാവരും പാരൻട്രലി യൂസ് ചെയ്യുന്ന കാര്യം ഓർത്തിരിക്കുക. പിന്നെ മെക്കാനിസം ഓഫ് ആക്ഷൻ എങ്ങനെയാണ്, പ്രോട്ടീൻ സിന്തസിസിനെ 30S റൈബോസോമൽ സബ് യൂണിറ്റിനെ ബൈൻഡ് ചെയ്ത് പ്രോട്ടീൻ സിന്തസിസിനെ ഇൻഹിബിറ്റ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ആക്ഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ള കാര്യം ഓർത്തിരിക്കുക. താങ്ക് യു.